അപ്പൊ പ്രസവാനന്തര ശുശ്രൂഷക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. സംഭവം എല്ലാം അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. ഒന്നും പേടിക്കണ്ട. എന്നാ ഇതും കൂടെ എടുത്ത് അതിനകത്തോട്ടോ. കൊച്ചിനെ എടുത്തോട്ടെ, ഞാൻ തലിക്കും തരും കേട്ടാ. ഇത് കൊച്ചല്ല, ഇന്നലെ എനിക്ക് കുറെ പച്ചമരുന്ന് വേണമെന്ന് പറഞ്ഞ് എഴുതി തന്നില്ലായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ പൊതിഞ്ഞോട്ട് വന്നില്ലേ, അതാണ്ട് നോക്കി. കൊച്ചിനെ കൊണ്ടിട്ട് വന്നു. ആണ്ട കൊഞ്ഞണം കുത്തി കഴിഞ്ഞാൽ അഴിച്ച് മൂക്കാമണ്ട ഞാൻ പൊളിക്കും. ഞാൻ കൊഞ്ഞണം കുത്തി അല്ല, ഞാൻ ഇതുപോലെ ഒരു മരുന്ന് ഉണ്ടാക്കിയായിരുന്നു. അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ എടുത്ത് കുടിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവം വരും. അങ്ങനെ പിന്നെ ഒന്നും വരൂ. എന്താണ് അത് കേട്ടില്ല. നിനക്കിത് എന്തിന്റെ കൃമികടിയാണ്? അത് യൂട്യൂബിനകത്ത് ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചുടയ്ക്കുന്നു, ഇങ്ങനെ പിടിച്ചുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, തെറാപ്പി. അപ്പൊ അതൊക്കെ അറിയാല്ലേ? അറിഞ്ഞൂടാ, പിന്നെ പഠിക്കാൻ വേണ്ടിട്ട് പരീക്ഷണം. നിനക്ക് പരീക്ഷണം നടത്താനായിട്ട് ഞാൻ പന്നിയലിയല്ല, ആ കാര്യം നീ ഓർത്തോണം. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. താണ്ട് അടുപ്പിൽ നിന്ന് തീയെല്ലാം കൂടെ കയറി ഇങ്ങോട്ട് പിടിക്കും. കാര്യം ഞാൻ പറഞ്ഞു, എന്നാണ്ട കൊച്ചാക്കല്ലേ, ഇവിടെ ആര് പ്രസവിച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ, അവിടുത്തെ ഈ പ്രസവ ശുശ്രൂഷ സാധനങ്ങളെല്ലാം ചെയ്യുന്ന ഞാൻ ഒറ്റ അറിയാവോ? ആണല്ലേ? അതുകൊണ്ട് എന്നെ കുറ്റം പറയല്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതിലിട്ട് കടക്കുകയുള്ളൂ. പിന്നെ അത് ചെയ്യ. എന്റെ ദൈവമേ, അന്നന്ന പാത്തിയേ, അന്നന്ന പാത്തിയേ, അന്നന്ന പാത്തിയേ, അന്നന്ന പാത്തിയേ, അന്നന്ന പാത്തിയേ, അന്നന്ന പാത്തിയേ. ഈ പാട്ട് പാടാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഇതൊരു മന്ത്രമാണ്. ഇത് നിന്റെ തന്ത്രമാണോ? ഒന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ളത്. ഞാൻ റെഡിയാക്കി തന്നോളാം, നിങ്ങൾ എന്നെ അറപ്പിക്കല്ലേ. മര്യാദക്ക് അങ്ങോട്ട് പോയി ഇളക്ക്. ഞാൻ ചെയ്തോളാം. അങ്ങോട്ട്. ഞാൻ ഇവിടെ കുറെ നാളുകൊണ്ട് ചെയ്യണല്ലേ. നിങ്ങൾക്കറിയാമോ, 22 വർഷം ഞാൻ എന്റെ പൊന്നു പോലെ നോക്കി എന്റെ മോള്. അവള് വേറെത്തിനെ കണ്ടപ്പോഴത്തേക്കും ഈ അപ്പനെ വിട്ടിട്ട് അവന്റെ കൂടെ അങ്ങ് പോയി. സത്യം, പല്ല് വരെ ചലച്ചു. പല്ല് ചലച്ചല്ല, ഞാൻ ചലച്ചാണ്. നിനക്കെന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ചലക്കട്ടെ? വന്നായിരുന്നു, അതുകൊണ്ടാ. തനിക്കറിയാമോ, എന്റെ വൈദേഹി. വൈദേഹിയല്ല, ഞാൻ വൈദ്യരാണ്. വൈദ്യരെന്നല്ല വിളിച്ച, എന്റെ വൈദേഹി, എന്റെ മോള്. വൈദേഹി മോള്, എന്റെ വൈദേഹി മോള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി. വൈദേഹി പോകയായി, വനമാസകാലമായി. കുഞ്ഞുനാള് മുതലേ എനിക്ക് ഈ പാട്ടിന്റെ അസ്കിതയുള്ളതാ. പക്ഷെ ഇതുവരെ ഒരു വേദിയിലും പാടാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. പാടാതെ നന്നായി. പാടിയിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ അസ്കിത അവിടെ നിന്നേനെ. നിങ്ങൾ കാര്യം പറയാതെ ആ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കും. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ? നിങ്ങളെ ഭാര്യ മരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അല്ല, ഈ ചോറും കറിയും ഇപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? അത് ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അല്ലേ? ഭാര്യ എങ്ങനെ മരിച്ചത്? അവള് മിറ്റത്തോട്ട് ഈ തുണി വിരിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ സമയത്ത് എവിടുന്നോ ഒരു പോത്ത് വന്ന് അവളെ കുത്തിയിട്ടിട്ടങ്ങ് പോയി. നിങ്ങൾ ആ സമയത്ത് എന്തിരുന്നു? ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് വന്ന പോത്തായിരുന്നത്. ആ പാവ ആ ചേച്ചിനെ കുത്തി മറിച്ചിട്ട് പോയി. നിങ്ങളൊരു കൊലപാതകിയാണ്. നിങ്ങൾ എന്തിനാ ദ്രോഹം ചെയ്തത്? ഒച്ച ഉണ്ടാക്കരുത്, ഇതൊരു പ്രസവിച്ച വീടാണ്. വീടല്ലല്ലേ പ്രസവിച്ചത്, നിങ്ങളെ മോളല്ലേ പ്രസവിച്ചത്. അതെ, നിങ്ങളുടെ മരുമോൻ എന്തൊരു പരിപാടി? മരുമോന്റെ കാര്യം ദൈവത്തെ ഓർത്ത് മിണ്ടരുത്. അവൻ മരുമോനല്ല, മരുമുതുക്ക്. എന്റെ മോക്ക് 22 വയസ്സ്, അവന് 44 വയസ്സുണ്ട്. 44 വയസ്സ്? പിന്നല്ലാതെ. അവൻ ഈ ഇന്ത്യയിലെ 75% ജനങ്ങളോട് ശത്രുതയാണ്. അവരെല്ലാം പണിക്ക് പോകും. പണിക്ക് പോകത്തില്ലെന്ന്, ഒരു പണിക്കും പോകാതിരിക്കുന്ന ഒരു വൃത്തികെട്ട ചെറുക്കൻ. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, നിക്കറ് കാട്ടി വെടക്കായി വടക്കും തെക്കും നോക്കി നടക്കും അവൻ. മ്യൂസിക് ഇട്ട് ഫില്ല് ചെയ്ത് പോയത്. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞാലേ കള്ളച്ചോറ്. കള്ളച്ചോറ്? അയ്യോ, അഴുക്ക ചെറുക്കൻ കള്ളച്ചോറ് പണിക്കുമ്പോ നടക്കണേ. അല്ലേ, എന്താ പറയാനേ. അതിനകത്തൊരു അല്ല, വെറുതെ നിങ്ങൾ ഒരെണ്ണം ഇട്ടപ്പോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോയി. നീ എന്റെ ഭൂമി പിടിച്ചോണ്ടിരിക്കാ, നിങ്ങൾ കാര്യങ്ങൾ ബാക്കി പറയാൻ നോക്ക്. ഓ, ഈ കള്ളക്കളവ് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞത്? എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? നീ വെറും ഒരു കള്ളച്ചോറാണെന്നാണ് അയാൾ പറഞ്ഞത്. ഞാനാ? ഓ, എന്നെ എന്തോ പറഞ്ഞോ? എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ? എന്റെ സ്വഭാവം പറഞ്ഞ? സീരിയസ് ആയിട്ട് പറയാണ്. അതും പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കണടാ നീ. പിന്നല്ലാതെ. കൊള്ളാടാ നീ കേട്ടാ. എന്താണാവോ വന്നതിന്റെ ഉദ്ദേശം? എന്റെ കൊച്ചിനെ ഒന്ന് കാണണം, ഈ JCB ഒന്ന് കൊടുക്കണം. 16 ദിവസം പ്രായമായ കൊച്ചിന് JCB. ഉച്ചക്ക് ചോറിന് കഴിച്ചിട്ട് അവൻ നേരെ മിറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ അപ്പുറത്ത് പോയി കയ്യാല മാത്തിക്കൊണ്ടിരിക്കും. എന്തോ പറയാനാണെന്ന് തോന്നണം. കൊച്ചിനാടാ JCB അടിച്ചു കൊടുക്കണം. വല്ല തോക്കും വല്ല വാങ്ങിച്ചു കൊടുറാ. എന്നിട്ടാണ് ഈ കള്ളക്കളവ് ആളുകൾ തന്നെ വെടിവെച്ച് കൊല്ലാൻ. ഒരു കാര്യം ചോദിക്കുക, കുഞ്ഞായല്ലോ, കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ സേവ് ചെയ്യാൻ എനിക്ക് നാണമുണ്ട്. അത് കൊള്ളല്ലേ? അത് എവിടെ സേവ് ചെയ്യണത്? കുഞ്ഞ് കരയുന്നു. ഹലോ, അപ്പൂപ്പൻ. അച്ഛൻ
ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എന്റെ കൊച്ചുമോനെ എനിക്കറിയാൻ നോക്കാനായിട്ട്. നാണം കേട്ട് ചുമ്മാ ഇങ്ങനെ പറയാ ഇളക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണെന്നും വിശ്വസിക്കരുത് കേട്ടാ. ഇങ്ങനെ തന്നെ ഭയങ്കര അസൂയാണ്, കുച്ചുമ്പാണ്. എടാ നിന്നെ കുറിച്ച് വല്ല ജോലിക്കാ കൂലിക്കാറങ്ങി പൊക്കൂടാ. ആര് പറഞ്ഞു ജോലിക്ക് പോലെന്ന്? അങ്ങനെ പറഞ്ഞല്ല കോച്ചാ. കോച്ചാണെങ്കിൽ നാളെ തൈല് ഇരിപ്പുണ്ട് എടുത്ത് വെച്ച് പിടിക്കും ഇങ്ങോട്ട്. അതല്ലാന്ന്, ഞാൻ നീന്തൽ പഠിപ്പിക്കുന്ന കോച്ചാണ്. നീന്തൽ പഠിപ്പിക്കുന്നു? ഇവിടത്തെ കൊച്ചിനെ ഞാനല്ലേ നീന്തൽ പഠിപ്പിച്ചു. നീ നീന്തൽ പഠിപ്പിക്കുകയും ചെയ്ത് ഞാൻ മുങ്ങി കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് നിന്നെ ഈ വീട്ടിൽ കയറ്റാത്തത്. ഇതൊരു ഭയങ്കര പ്രൊഫഷനാണ്. എന്റെ അപ്പനെ നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അപ്പൂപ്പന് മീന്തല ഇഷ്ടമാണെങ്കിൽ നീ വാങ്ങിച്ചു പറ. നീന്തലെല്ലാം നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയല്ലേ എന്റെ ഗുരു. കുത്തു ഒഴുക്കുണ്ടല്ലോ, മലവെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അതിൽ ഒലിച്ചു വരുന്ന തടി എന്റെ അപ്പൻ ചാടി പിടിക്കും. അങ്ങനെ ഒരു ദിവസം മലവെള്ളം ഇങ്ങനെ കുത്തൊലിച്ചു വന്നപ്പോ ഒരു തടി വന്ന് അപ്പൻ ചാടി പിടിച്ച് തടി അപ്പനെ കൊണ്ടങ്ങ് പോയി. പിടിച്ചോണ്ട് കറങ്ങി വന്ന എവിടെ കറങ്ങിക്കൊണ്ടിരുന്ന തടി അല്ലായിരുന്നു അത്, അതൊരു മുതലായിരുന്നു. അപ്പനെ കൊണ്ടങ്ങ് പോയി. അതിനുശേഷം ഞങ്ങളെ വീട്ടിൽ മലക്കറി വാങ്ങിക്കുമ്പോ പാവയ്ക്ക വാങ്ങിക്കൂല. പാവയ്ക്ക കാണുമ്പോ അപ്പനെ മുതലേ ഓർമ്മ വരും. വൈദ്യരെ, ഇന്നലെ ഉണ്ടാക്കി തന്ന ലേഹ്യമില്ലേ, അത് ഇന്ന് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റൂ? അത് തീർന്നു. അതാരെടുത്ത് കുടിച്ചു? അതാരെടുത്ത് കുടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരാവശ്യവും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ. ബ്രെഡിനകത്ത് ജാമാണെന്ന് പറഞ്ഞുകൊണ്ട് തേച്ചാ ലേഹ്യം അങ്ങ് തിന്ന്. നിനക്ക് ഇത്ര കൊതിയാടാ? ജാം അല്ലേ അത്? ജാമൊന്നും അല്ലടാ, അത് പെങ്കൊച്ചിന് കൊടുക്കാൻ വേണ്ടിട്ടുള്ള സാധനം വരുന്നത്. എന്റെ മോളെ കെട്ടിയ ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. എന്റെ അടുത്ത് പറയണതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്ത? കൈകൊണ്ട് സംസാരിക്കാൻ നോക്കി സംസാരിക്കാം. എന്റെ കൈ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കൈകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈകൊണ്ട് സംസാരിച്ച പിന്നെ എന്റെ കൈ പിന്നെ വെറുതെ എന്റെ കൈ വെറുതെ ഇരിക്കുവോ? ഹലോ ഹലോ, അത് സംഭവം നോക്കാൻ വേണ്ടി ടേസ്റ്റ് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചൂട്. ഒരു കാര്യം ഞാൻ പറയുവാണ്, 22 വർഷം ഞാൻ എന്റെ കൈവെള്ളയിലിട്ട് വളർത്തിയ മോളെയാണ് നീ അടിച്ചോട്ട് കൊടു. എന്തിനടിച്ചെന്ന് കൈ കൊണ്ട് അതിനടിച്ചെന്തിന്? എന്ത് വെറുതെ കിടന്ന അടി. നിർത്ത്. എത്രയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ സഹിക്കുന്നത്? എത്രയെന്ന് പറഞ്ഞു സഹിക്കണം? ഒന്നല്ലെങ്കിൽ നിങ്ങൾ മരുമോനല്ലേ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എങ്ങനെയാലും ഒത്തുതീർപ്പിലെത്താൻ നോക്ക്. ആ കൊച്ചിന്റെ കാര്യം നിങ്ങൾ തീരുമാനം കണ്ടെത്തും. ഒരു കാര്യം ഞാൻ പറയുവാണ്, എന്റെ കൊച്ചുമോന് ഞാൻ നല്ല ഒന്നാം തരം ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ആ പേര് ഞാനിടും. അതങ്ങ് പള്ളിച്ചാന്ന് പറഞ്ഞാൽ മതി. എന്തോ കൊച്ചെന്റെതാ, അച്ഛൻ പേരിടും, അപ്പൂപ്പൻ പേരിടും, ഞാൻ പേരിടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പേര് തരാണ്. മോൻ എന്താ പേരാണ് നോക്കണത്? സൗജന്യൻ. അത് നിനക്ക് ചേർന്ന പേരാടാ. കാരണം എന്റെ കുടുംബത്തിൽ സൗജന്യമായിട്ട് വന്ന് കയറി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായി കൊണ്ടുപോകാൻ പോകുന്ന നീയാൻ. അതെന്റെ കൊച്ചുമോന് പറ്റിയ പേരല്ല, നിനക്ക് പറ്റിയ പേരാണ്. അങ്ങനെ എന്ത് പേര് കണ്ടുപിടിച്ചു ചോദിച്ചു? നിങ്ങൾ എന്ത് പേരുണ്ടോ ചോദിക്കും. താവ ഗാംഗുലി. സൗരവ് ഗാംഗുലി അല്ലേ? അത് ക്രിക്കറ്റ് കളിക്കാരൻ. പിന്നെ ഇത് താവ ഗാംഗുലി. താവ ഗാംഗുലി ഇതൊക്കെ നമ്മൾ എങ്ങനെയുണ്ട് കൊച്ചിന് പേരിടണം? പിന്നല്ലാതെ താവ ഗാംഗുലി എന്നിട്ട് എന്താ കുഴപ്പം? പറ്റത്തില്ല എന്റെ കൊച്ചിന്, അത് എനിക്ക് അറിയത്തില്ല. താവ ഗാംഗുലി എന്നുള്ള പേര് മതി. എന്റെ സൗജന്യം വേണ്ടല്ലോ, അപ്പൊ പിന്നെ താവ ഗാംഗുലിയും വേണ്ട. താവ ഗാംഗുലി മതി എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞു എങ്ങനെ വിളിക്കാൻ പറ്റും? താവ ഗാംഗുലി. താവ ഗാംഗുലി അപ്പൊ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? താവ ഗാംഗുലിയാലയം ദേവരാഗമായി മാനസം. കേട്ടിട്ടില്ലേ പാട്ട്? താവ ഗാംഗുലി ഉണ്ടെങ്കിൽ എനിക്ക് കൊച്ചിനെ വെച്ച് പാട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. പിടിച്ചാണോ? എന്തിനാ? വായിലോട്ട് കുത്തി കയറ്റ്. അയ്യോ പൊള്ളത്തില്ലേ? നിനക്ക് പൊള്ളണം. ഇത്ര നേരം നമുക്കെങ്കിൽ വാ പൊളിഞ്ഞ് ഇവിടെ ഇരിക്കാനില്ലടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.